ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ നവ്യ അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ, എന്താണ് അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള കാര്യം. എല്ലാ കള്ളത്തരങ്ങളും ചെയ്ത് അനന്തപുരി തറവാടിനെ അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ നോക്കുന്നത് ജ്വല്ലറിക്കാരാണെന്നുള്ള കാര്യവും നവ്യയ്ക്ക് ബോധ്യമായിരിക്കുകയാണ്. മറ്റാരും പറയാതെ തന്നെ, അഥവാ കനക പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ നവ്യ സത്യങ്ങളൊക്കെ ഒരു ഫ്രണ്ടിൽ നിന്ന് അറിഞ്ഞിരിക്കുക. DNA ടെസ്റ്റൊക്കെ നടത്തി റിസൾട്ടൊക്കെ കിട്ടി നവ്യ എല്ലാ വിവരവും അറിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത്രയും നാളും എല്ലാവരും പറയാതെ മറച്ചു വെച്ചെങ്കിലും നവ്യ സത്യങ്ങൾ അറിഞ്ഞു. പക്ഷേ ഒട്ടും പൊട്ടിത്തെറിക്കുന്നൊന്നുമില്ല. അബിയെയും അതുപോലെ തന്നെ ജ്വല്ലറിക്കാരെയും കുരുക്കാനുള്ള ഓരോ മാർഗങ്ങളും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നും അറിയാത്തതുപോലെ എല്ലാവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ എല്ലാവരെയും സംരക്ഷിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കേട്ടോ നവ്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഡേവിഡിനോട് നാഗേന്ദ്ര പറഞ്ഞിട്ട് അനഘയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. അബിക്ക് ഒരു പേരുദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അനഘയെ അങ്ങ് തീർത്ത് കളയാൻ നാഗേന്ദ്ര പറയുക. അങ്ങനെ ഡേവിഡും അതുപോലെ ഒരു ഗുണ്ടയും കൂടി പോവുകയാണ് അതിനായിട്ട്. ആ സമയം നമ്മുടെ നവ്യ നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു പ്രവൃത്തിയെ അവിടെ നവ്യ തടയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ നയനയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് നവീനോട്, നവീന് വേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും തന്നത് ഞാനല്ലേ, എവിടെ വച്ചാണ് സ്വർണം വണ്ടിയിൽ വച്ചതെന്ന് വരെയുള്ള വിവരം ഞാൻ തന്നു, അതുകൊണ്ടല്ലേ നവീൻ ഈ കേസ് ജയിച്ചതെന്ന് പറയാൻ. അപ്പം നവീൻ പറയുന്നുണ്ട്, അതെ നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു സഹായം ചെയ്തത് എന്ന് പറയുമ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ നയനേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, ആരാണെന്നൊന്നും അറിയണ്ട, പക്ഷേ ഇനിയും ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ കേട്ടോ എന്ന് പറയുക. അപ്പം നവീൻ പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, ഞാനും അതുപോലെ നന്ദുവും കൂടെ പോയി അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെ എല്ലാം തെളിവുകൾ എടുത്തത് കൊണ്ട് തന്നെയാണ് ഈ കേസിൽ നയനയെ വെറുതെ വിട്ടതെന്ന് പറയാം. ആ ശരി എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യണം. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ നവ്യ ഉണ്ട് കേട്ടോ. നവ്യ ഇപ്പോൾ ആ പെണ്ണിനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല നീ എൻ്റെ കൂടെ എപ്പോഴും നിൽക്കണം, ഇതുപോലെ ഓരോ അവസരങ്ങൾ വരുമ്പോൾ നീ എന്നെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി നിൽക്കണമെന്ന് പറയാം. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ശരിയാണ്, നീ പറഞ്ഞത് സത്യമാണ്, നിന്നെ അവരെല്ലാവരും കൂടി ചതിക്കുകയാണ്, അബിയും ചതിക്കുകയാണ്. പക്ഷേ അനന്തപുരിയിലുള്ളവരെല്ലാം നിരപരാധികളാണ്. ആദർശം നയനിയൊന്നും അവിടുന്ന് ഇറങ്ങേണ്ടവരല്ല. എന്തുകൊണ്ടാണ് ജ്വല്ലറിക്കാർ ആദർശിനോടും നയനിയോടും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്? അനന്തപുരിക്കാരോട് അവർക്ക് എന്താണ് ഇത്ര വൈരാഗ്യം എന്നും നമുക്കറിയില്ലല്ലോ എന്ന് പറയുമ്പം നവ്യ പറയുക, ശരിയാണ്, അബിയോട് അവർക്ക് നല്ല താല്പര്യമുണ്ട്, അബിയെ അവിടെ മാനേജരായിട്ട് വെക്കാനും അതുപോലെ തന്നെ അബിയുടെ കുഞ്ഞല്ല ചന്തുമോള് എന്ന് അറിയിക്കാനും ഒക്കെ ആ ഡേവിഡിന് നല്ല വ്യഗ്രതയുണ്ട് എന്ന് പറയാണ് നവ്യ. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ശരിയാണ്, അല്ല ഡേവിഡും അബിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുണ്ടോ, അബി അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചോ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇല്ല, അബി ഇതുവരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അബിക്കും ഡേവിഡ് ഒരു അപരിചിതനാണ്, അബിയെ ഞാൻ കാണിക്കുമ്പോഴാണ് ഡേവിഡിനെ അവൻ കാണുന്നത് തന്നെ, അതിനു മുമ്പ് അവന് പരിചയമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അല്ല ആദർശിനെ ഡൽഹിയിൽ വെച്ചിട്ട് തകർക്കാൻ നോക്കി ആ സമയത്തും അതുപോലെ ദുബായിലെ കേസിൻ്റെ സമയത്തും ഒക്കെ അബിയെ ഡേവിഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നീ പറഞ്ഞില്ലേ എന്ന് പറയാണ്. അതെ, ഡേവിഡ് അബിയെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അബിക്ക് ഡേവിഡിനെ കുറിച്ചിട്ട് വലിയ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അതില്ല. ജ്വല്ലറിയിൽ മാനേജറായിട്ട് കയറുന്നത് എൻ്റെ ഒരു പിൻബലത്തോടെ മാത്രമാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഫ്രണ്ടും പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവൻ്റെ വിചാരം, നിൻ്റെ ഒരു പിൻബലം കൊണ്ട് മാത്രമൊന്നുമല്ല അവർ അബിയെ കയ്യിലെടുത്തിരിക്കുന്നത്, അവർക്ക് അബിയുമായിട്ട് എന്തോ നല്ല കണക്ഷൻ തന്നെയുണ്ട് എന്ന് പറയുമ്പം നവ്യ പറയാം, ശരിയാ, അതൊക്കെ കണ്ടുപിടിക്കാനല്ല ഞാനിരിക്കുന്നത്, ഏതായാലും ഈ നാടകത്തിൽ അങ്ങ് തകർത്ത് അഭിനയിക്കാൻ തന്നെ നീ നോക്കിയിരിക്കുക ഞാൻ എന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, സൂക്ഷിച്ച് വേണം കേട്ടോ, ജ്വല്ലറിക്കാരും ഡേവിഡും അത്ര നല്ല ആൾക്കാരാണെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ നവ്യ പറയാം, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത്, എല്ലാവരുടെ അടുത്ത് ഒരു പുകമറ സൃഷ്ടിച്ച് ഇതിൻ്റെ അത് സത്യങ്ങളെല്ലാം എനിക്ക് പുറത്തു കൊണ്ടുവരണം എന്നിങ്ങനെ പറയുക. അതിനൊക്കെ ശേഷമാണ് കേട്ടോ അബി എന്തായാലും ജ്വല്ലറിയിൽ അടുത്ത ദിവസം തന്നെ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ അത് ചെന്നിട്ട് കനകയോടും ഗോവിന്ദനോടും ഒക്കെ പറയുന്നുണ്ടല്ലോ നവ്യ, പറഞ്ഞ് അവരെല്ലാം ചുണ്ടി കയറുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ എൻ്റെ അബി ജ്വല്ലറിയുടെ മാനേജറായിട്ട് കയറും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശേഷമാണെങ്കിൽ അനന്തപുരിയിൽ വന്നിട്ട് അവിടെയും ഒരു പ്രകമ്പനം സൃഷ്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അനന്തപുരിയിലെത്തി മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും എല്ലാവരും നിൽക്കുന്നിടത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ, നാളെ മുതൽ അബി ജ്വല്ലറിയിലെ മാനേജറായിട്ട് പോവാണ്, മുത്തശ്ശൻ്റെ അനുഗ്രഹവും ആശീർവാദവും എല്ലാം അവനുണ്ടാവണം എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ കാര്യം നിനക്ക് എൻ്റെ മുന്നിൽ വന്നതെന്ന് പറയാനായിട്ട് എങ്ങനെ ധൈര്യം വന്ന് നവ്യന് ചോദിക്കുക, അവൻ എവിടെ മാനേജറായിട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല,
ജ്വല്ലറിക്കാരെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ? നമ്മുടെ ജ്വല്ലറിയുടെ ശത്രുക്കളല്ലേ അവർ. അങ്ങനെ ഒരിടത്ത് ഈ വീട്ടിലെ കൊച്ചുമോൻ, അതും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ ഷെയറൊക്കെയുള്ള ഒരാൾ അവിടെ മാനേജറായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് തന്നെ നാണക്കേടല്ലേ എന്ന് പറയാം. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, ശരിയാ, നവ്യയ്ക്കും അഭിക്കും അഹങ്കാരം കൂടുതലാണ്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യില്ല. നവ്യം ആദ്യമേ അവിടുത്തെ മോഡലായി അങ്ങ് പോയി. അതിനുശേഷം അവർ അഭിയെ കൂടെ കയ്യിലെടുത്തു. നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തുക എന്നുള്ള ഒരു ഒറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് അവരിത് ചെയ്തതെന്ന് മുത്തശ്ശിയും പറയുക. അപ്പം ദേവയാനിയും പറയാം, പിന്നല്ലാതെ ഇവനെ പോലെ ഒരു പെരുങ്കളനെ ഈ നാട്ടിലുള്ള ഏതെങ്കിലും ജ്വല്ലറിക്കാർ മാനേജറായിട്ട് വയ്ക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇവൻ്റെ പേരിൽ എത്രയെത്ര കേസുകളുണ്ട്. സ്വന്തം ജ്വല്ലറിയിൽ തന്നെ കള്ളസ്വർണം വിൽക്കാൻ നിന്ന കേസ് അതുവരെ കിടക്കാണ്. അങ്ങനെയുള്ള ഒരുത്തനെ ജ്വല്ലറിക്കാർ അങ്ങോട്ട് മാനേജറായിട്ട് വിളിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കള്ളത്തരം കാണും. അല്ല, അവരുടെ പ്രധാന ഉദ്ദേശവും നമ്മുടെ കുടുംബത്തെ തകർക്കുക, നമ്മുടെ ജ്വല്ലറിയെ തകർക്കുക എന്നുള്ളതൊക്കെയല്ലേ. അതല്ല അവർ വിജയിച്ചുകൊണ്ടിരിക്കുക. ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ അത് വിജയിപ്പിക്കാൻ. അപ്പോൾ ജലജ പറയാ, അല്ലാതെ പിന്നെ എൻ്റെ മോൻ എന്ത് ചെയ്യണം? നവ്യയ്ക്ക് ഒരു ജോലി ഇല്ലായിരുന്ന സമയത്ത് അവിടെ മോഡലായിട്ട് വിളിച്ചു. അവളുടെ കഴിവ് കൊണ്ട് അവൾ അവിടെ പിടിച്ചു നിന്നു. അതുപോലെ തന്നെ അഭിക്കും ഇവിടെ ഉണ്ടായിരുന്ന അവസരങ്ങളെല്ലാം ഇല്ലാതാക്കിയത് നിങ്ങളെല്ലാവരും കൂടിയല്ലേ. എൻ്റെ കുഞ്ഞിന് ഒരു ജോലി ഇല്ലാതിരുന്നപ്പം ഇപ്പോൾ ജ്വല്ലറിയിൽ മാനേജറായിട്ട് അവർ വിളിച്ചതിന് നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര വിഷമമെന്ന് പറയാം. അപ്പം നവ്യം പറയാം, ശരിയാ, ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും ഇല്ലെങ്കിലും അഭി നാളെ ജ്വല്ലറിയിൽ അങ്ങ് ജോയിൻ ചെയ്യാൻ പോവാണ്. അവനും വേണ്ടേ ഒരു പിടുത്തമൊക്കെ. അല്ലാതെ എന്നും ഇവിടെ എല്ലാവരുടെയും അടിമയായിട്ട് അങ്ങ് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്കൊരു ജീവിതമൊക്കെ വേണ്ടേ എന്ന് നവ്യ പറയാണ്. ആരനുഗ്രഹിച്ചാലും ഇല്ലേലും അഭി നാളെ നീ ജോയിൻ ചെയ്യാൻ റെഡി ആയിക്കോണം. ഞാൻ അവിടെ ഡേവിഡ് സാറിൻ്റെ അടുത്ത് നിന്നെ കൊണ്ടാക്കാമെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അഭി ജോയിൻ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നവ്യ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എടാ അഭി, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? എത്ര സമയമായി നീ ഇങ്ങനെ നിൽക്കുന്നു? സമയത്തും കാലത്തും ഒക്കെ അവിടെ ചെല്ലണം കേട്ടോ. സ്വന്തം ജ്വല്ലറി അല്ലെന്നുള്ള ഓർമ്മ വേണം തോന്നിവാസം കാണിക്കാൻ. പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, ഇവിടെ മൂർത്തീസ് ജ്വല്ലറിയിൽ നീ കാണിച്ച പോലെയുള്ള വിളച്ചിലൊന്നും അവിടെ കാണിക്കാൻ നിൽക്കരുത് കേട്ടോ. നിന്റെ പണി പോകുന്നു മാത്രമല്ല അകത്ത് കിടക്കുകയും ചെയ്യും. മര്യാദയ്ക്ക് നോക്കിക്കണ്ട് നിന്നാൽ നിനക്ക് അവിടെ നല്ലൊരു പൊസിഷനിലെത്താം, നല്ല സാലറിയും കിട്ടും. അത് നീ മറക്കരുത്. എന്നെ കൂടി അവിടെ നാണം കെടുത്താൻ നീ നിൽക്കരുതെന്ന് പറയാം. അപ്പോൾ അഭി പറയാം, എന്താ നവ്യ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു കൊച്ചുകുട്ടികളോട് പറയുന്ന പോലെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയില്ലേ എന്ന് പറയുക. അപ്പം നവ്യ പറയുന്നുണ്ട്, അല്ല, നിനക്കിതൊക്കെ അറിവ് കൂടുതലായി പോയത് കൊണ്ട് തന്നെയാണ് പ്രശ്നം. നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. മനസ്സിലായോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അഭി പറയാം, ശരി, എന്തായാലും താഴേക്ക് വാ, നമുക്ക് പൂജാമുറിയിൽ ഒരു പൂജയൊക്കെ നടത്തിയിട്ട് പോകാം. എല്ലാ അനുഗ്രഹത്തോടെയും നന്മ വരണേന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാം എന്നൊക്കെ നവ്യ പറയുക. നവിക്ക് ഈ സത്യങ്ങളൊന്നും അറിയാവുന്ന ഉള്ള വിവരം അഭിക്കും അറിയില്ല. നവിയാണെങ്കിൽ അങ്ങനൊന്നും ഭാവിക്കുന്നേയില്ല. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. അങ്ങനെ നവ്യ പുറത്തേക്ക് ഇറങ്ങി വന്ന് പൂജാമുറിയിൽ വന്നിട്ട് പൂജയൊക്കെ നടത്തി അഭിയെ പറഞ്ഞു വിടും. അപ്പോൾ നമ്മുടെ ജലജയ അവിടെ നിൽപ്പുണ്ട്. ജലജയും കൈ കൂപ്പി തൊഴുതൊക്കെ നിൽക്കുവാണ്. അഭിയെ യാത്രയാക്കി. അപ്പോൾ ജലജയം പറയുന്നുണ്ട്, മോനെ നന്നായി വാ എന്നൊക്കെ പറഞ്ഞ് പോവാം. അപ്പം നമ്മുടെ മുത്തശ്ശനോട് പറയാം, നിങ്ങൾ കണ്ടില്ലേ അവൻ പോകുന്നത്, നിങ്ങൾക്ക് തടയാൻ മേലായിരുന്നോ? അങ്ങനെ അത് പറയണ്ടായിരുന്നോ? ജ്വല്ലറിയിൽ മാനേജറായിട്ട് പോകുന്നവൻ ഈ കുടുംബത്തിൽ വേണ്ടെന്ന് തീർത്തങ്ങ് പറയണമായിരുന്നു. അവനെയും ആ ജലജയെയും നവിയെയും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമായിരുന്നു എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല, നിനക്കത് പറയാൻ എളുപ്പമാണ്. അങ്ങനെ നവ്യയും ജലജയും കുഞ്ഞിനെയൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാം, അല്ല, ആദർശ് ഒരു ചെറിയ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ആദർശിനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞതല്ലേ നിങ്ങൾ? ആദർശൻ അതിനെ ഈ വീട്ടിൽ നിന്ന് പോയതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ആദർശിനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല. അവൻ്റെ ആത്മാഭിമാനം അതിന് അനുവദിക്കാത്തത് കൊണ്ട് അവൻ പോയി. പിന്നെ അവളുടെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കേണ്ടതുകൊണ്ട് നയനയും പോയി. അതിന് എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്താനൊന്നും വരണ്ടെന്ന് പറയുക മുത്തശ്ശനും. അങ്ങനെ മുത്തശ്ശനും നല്ല കടുംപിടുത്തത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. അഭിയം കൊണ്ട് നവ്യ പോവുകയാണ് കേട്ടോ ജ്വല്ലറിയിലേക്ക്. അങ്ങനെ ജ്വല്ലറിയിൽ ചെന്ന് ഡേവിഡിനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കും. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, നമ്മുടെ പുതിയ ബ്രാഞ്ചിൻ്റെ ഇനാഗ്രേഷനും കൂടിയാണ് ഇന്ന്. ആ പുതിയ ബ്രാഞ്ചിലെ മാനേജറായിട്ടാണ് ഇവിടെ ഇരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭിയെ നല്ല ആഘോഷപൂർവ്വം കസേരയിലേക്കൊക്കെ പിടിച്ചിരുത്തുന്നുണ്ട്. അഭിയെ ഭയങ്കര അഭിമാനപൂർവ്വം അവിടെ നിൽക്കുക. അഭിക്കും ഭയങ്കര സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. എനിക്ക് ഇത്രയും നല്ലൊരു ബഹുമാനവും ഇത്രയും നല്ലൊരു പൊസിഷനും ഒക്കെ കിട്ടിയല്ലോ. ഇതേ എൻ്റെ വിജയത്തിൻ്റെ തുടർച്ചയായിരിക്കും, കണ്ടോണം. ആദർശിനേക്കാളും നല്ലൊരു പൊസിഷനിൽ തന്നെ ഞാനും എത്തും എന്നൊക്കെ പറഞ്ഞ് അഭിയും അവിടെ നിൽക്കുക. അതേസമയം ഇതിനൊക്കെ ശേഷമാണെങ്കിൽ ഡേവിഡിനെ നമ്മുടെ നാഗേന്ദ്ര ഫോൺ വിളിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് നാഗേന്ദ്ര, അതെ ഡേവിഡേ, എൻ്റെ മോൻ അവിടെ കസേരയിൽ ഇരുന്നോന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഇരുന്നു, ഇവിടുത്തെ മാനേജറായിട്ടിരുന്നു. അല്ല, ഈ ജ്വല്ലറികളുടെ എല്ലാം MD ആണ് അഭി എന്നുള്ള കാര്യം അവന് പോലും അറിയില്ലല്ലോ. ഇപ്പോൾ തൽക്കാലം ഒരു മാനേജറിൻ്റെ കസേരയിൽ അവനെ ഇരുത്തിയിട്ടുണ്ടെന്ന് പറയുക.
അപ്പോൾ ഉടനെ നാഗേന്ദ്ര പറയാ, തനിക്ക് അവൻ എൻ്റെ മോനാണെന്നുള്ള ബോധ്യം വേണം, നമ്മുടെ ജ്വല്ലറിയുടെ മുഴുവൻ MD ആണെന്നുള്ള ചിന്ത വേണം, അവനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കണം, അല്ല സത്യങ്ങളൊന്നും ഇപ്പോൾ ചോർത്തി വിടാൻ നോക്കണ്ട. അതിനുശേഷം ആദർശം നയനയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് നയനയോട് പറയുന്നുണ്ട്, അബി ഇന്ന് ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവിടെ മാനേജറായിട്ടാണ് അവൻ ജോയിൻ ചെയ്തതെന്ന് പറയുമ്പം നയന പറയാണ്, ആ ജ്വല്ലറിക്കാർക്ക് നമ്മുടെ കുടുംബത്തോടുള്ള വാശിയും വൈരാഗ്യവും തീർക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയെയും അതുപോലെ അബിയെയും ഒക്കെ അവിടെ ജോലി കൊടുത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിന് അങ്ങനെ ഒരു മാനക്കേട് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ ആദർശം പറയാണ്, ശരിയാണ്, അതുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. പിന്നെ ഈ ജ്വല്ലറിക്കാർക്ക് ഇത്രയധികം ശത്രുത മൂർത്തീസ് ജ്വല്ലറിയോട് വരാൻ കാരണം എന്താണെന്ന് അറിയില്ല. അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കയറി കൂടിയെങ്കിലും ഡേവിഡിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വ്യക്തമായ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്, ഡേവിഡിന് മുകളിൽ മറ്റാരും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ജ്വല്ലറിയുടെ ഉടമസ്ഥൻ ഒരു ബിനാമിയായി ഡേവിഡിനെ ഒരു ബിനാമിയായിട്ട് നിർത്തിയിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ആ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഏകദേശമൊക്കെ അടുക്കുമല്ലേ ആദർശേട്ടാന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ഏകദേശം അടുക്കും, അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുക. അപ്പോൾ ഉടനെ നയന പറയുന്നുണ്ട്, അവരായിരിക്കും നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പണി ചെയ്തത് അല്ലേ, വണ്ടിയിൽ സ്വർണം വച്ച് ചതിക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിലെന്തെങ്കിലും സംശയമുണ്ടോ, നവീനും നന്ദുവും കൂടി അതൊക്കെ കണ്ടെത്തിയതല്ലേ എന്ന് പറയാണ്. ആ CIക്ക് ഇതിൽ നല്ല രീതിയിൽ പങ്കുണ്ട്, നല്ലപോലെ പണം കൊടുത്ത് ആ CI അവർ വശത്താക്കിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ ജ്വല്ലറിയോടുമുള്ള പക തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സിലുണ്ടാകുന്ന വൈരാഗ്യമൊന്നും അല്ല, കുടുംബപരമായിട്ട് മറ്റെന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോണ്ട് കണ്ടുപിടിക്കേണ്ടതുണ്ടെന്ന് പറയുകയാണ്. അപ്പം നയനയും പറയാം, ശരിയാണ്, അത് യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തിയാലല്ലേ നമുക്ക് അങ്ങനെ ഒരു വിവരം കിട്ടുള്ളൂ, ഡേവിഡിനെ കുറിച്ച് അങ്ങനെ ഒരു വിവരമോ ചരിത്രമോ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പം ആദർശ് പറയാണ്, ഇല്ല, ഡേവിഡിനെ കുറിച്ച് അന്വേഷിച്ചിടത്തോളം അയാൾ ദുബായിൽ ജീവിച്ചിരുന്ന ഒരാളാണ്, അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയും ചെറിയ ബിസിനസ്സുകളൊക്കെ നടത്തുകയും ചെയ്ത വ്യക്തിയാണ്. പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ജ്വല്ലറി പോലെ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയായിട്ട് മാറിയതെന്നുള്ള വിവരം മാത്രം നമുക്കാർക്കും അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ താമസിക്കാതെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലെത്തുമെന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അല്ല, നവീന് ആരോ ഒരാൾ കുറച്ച് വിവരങ്ങളൊക്കെ കൊടുത്തു, ആ വണ്ടിയിൽ സ്വർണം വച്ചതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരോ വിവരം കൊടുത്തതുകൊണ്ടാണ് നവീനും നന്ദുവും കൂടി അന്വേഷിച്ചത് കണ്ടെത്തിയതെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, ശരിയാണ്, ഏതോ ഒരു പെൺകുട്ടിയാണ് വിളിച്ച് പറഞ്ഞതെന്നാണ് നവീൻ പറയുന്നത്, പക്ഷേ അവരവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഇനിയും ഇതുപോലുള്ള സഹകരണം പ്രതീക്ഷിക്കാം എന്നാണ് അവർ പറഞ്ഞതെന്ന് പറയുമ്പം നയനയും പറയുന്നുണ്ട്, ആശങ്കപ്പെടുവാണ് നയന, അങ്ങനെ ഒരാളുണ്ടോ, അതാരായിരിക്കും അങ്ങനെ ഒരാൾ എന്നൊക്കെ ഇങ്ങനെ നയനയും ചിന്തിക്കുകയാണ്. അതേസമയം നവ്യയാണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞല്ലോ, അബിയുടെ കുഞ്ഞാണ് ചന്തു മോളെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ നവിയുടെ മനസ്സിൽ നല്ലൊരു ടെൻഷനുണ്ട്, അബിയോട് നല്ലൊരു ദേഷ്യമുണ്ട്, പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. നവി ഇങ്ങനെ റൂമിലിരുന്ന് ആലോചിക്കുകയാണ് അബിയെക്കുറിച്ചിട്ട്, ഇവൻ ഇങ്ങനൊരു ദുഷ്ടനായി പോയല്ലോ, ഇവൻ ഇത്രയും കാലം എന്നെ ചതിക്കുകയായിരുന്നു, എന്നെ മാത്രമല്ല ആ അനഘയെ അവളുടെ കുഞ്ഞിനെ ചന്തുമോൾ അവൻ്റെ കുഞ്ഞായിട്ട് പോലും അവൻ അതിൻ്റെ പിതൃത്വം ആദർശേട്ടൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുമായിരുന്നു, ഒരു ഉളുപ്പുമില്ലാതെ അവൻ അങ്ങനെ ചെയ്യായിരുന്നു. അതുമാത്രമല്ല ഇവിടെ കിടന്ന് എന്തൊരു അഭിനയമായിരുന്നു, ആദർശേട്ടനെ കുറ്റപ്പെടുത്താൻ ഒരു 100 നാവായിരുന്നു അവന്. എന്നിട്ട് ഇപ്പം കണ്ടില്ലേ, എന്തായാലും ആ ദുഷ്ടൻ എന്നോട് ചെയ്ത ചതിക്ക് തിരിച്ചും ഞാൻ ചെയ്തിരിക്കും. എന്തായാലും ഇതിലെ സത്യങ്ങൾ മുഴുവനും എനിക്കറിയണം, അബിയും ജ്വല്ലറിക്കാരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയണം. എന്നാലും അവൻ ആ അനഘയോടും ചന്തുമോളോടും ചെയ്തത്, ചന്തുമോളെ ഒന്ന് സ്നേഹത്തോടെ വിളിക്കാൻ പോലും ആ ദുഷ്ടന് തോന്നിയിട്ടില്ല. എങ്ങനെ ഇവന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു, പാവം ചന്തുമോള്, ഞാനും അതിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, എനിക്കും ഒന്നും അറിയാൻ മേലാതെ പോയി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അബി അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അല്ല നവിയെ, എന്താ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് നവിയെ നെട്ടിത്തിരിഞ്ഞ് നോക്കുക. എന്നിട്ട് പറയേ, ഒന്നുമില്ല, ഞാൻ വെറുതെ, നീ ജോലിക്ക് ഇന്ന് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു, ജ്വല്ലറിയിലെ നിന്റെ മാനേജർ ജോലി എങ്ങനെയുണ്ട് എന്ന് പറയുമ്പം അബി പറയാണ്, അവിടെ എല്ലാവർക്കും എന്നോട് നല്ല റെസ്പെക്റ്റാണ്, നമ്മുടെ ജ്വല്ലറിക്ക് പോലും കിട്ടാത്ത റെസ്പെക്റ്റ് എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. ജ്വല്ലറിയുടെ MD ഡേവിഡ് സാറ് എന്നോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്, കമ്പനിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു തന്നു, ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ എന്തുമാത്രം ബഹുമാനത്തോടു കൂടിയ, മാത്രമല്ല നല്ലൊരു സാലറി അവർ തരുന്നുണ്ട്, ഞാൻ എന്തായാലും അവിടെ പിടിച്ചങ്ങ് നിൽക്കുമെന്ന് പറയാം.
അപ്പം നവ്യം പറയുന്നുണ്ട്, അവിടെ നീ പിടിച്ചു നിൽക്കണം, നിന്റെ വിളച്ചിലൊന്നും പുറത്തിറക്കാതെ അവിടെ തന്നെ നീ പിടിച്ചു നിൽക്കണമെന്ന് നവ്യം പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നവ്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചന്തുമോൾ അവിടെ ഇരിക്കുന്ന കാണുക. അപ്പം നവ്യയുടെ മനസ്സിലേക്ക് ഒരു സ്നേഹമൊക്കെ ചന്തുമോളോട് തോന്നിയിട്ട് ചന്തുമോളുടെ അടുത്ത് ചെന്നിരിക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോള് തനിച്ചിരുന്ന് കളിക്കുകയാണോ? മോൾക്ക് അങ്ങോട്ട് വന്ന് അനന്ത പത്മനാഭൻ്റെ കൂടെ കളിച്ചൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്തുമോക്കറിയാം, നേരത്തെ ഇതിനു മുമ്പ് അങ്ങോട്ട് ചെന്നപ്പോഴൊക്കെ നവ്യ അവിടുന്ന് കൊച്ചിനെ ആട്ടി ഓടിച്ച് വിടുകയും അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചന്തുമോളും അറിയാം, വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ അനന്ത പത്മനാഭൻ്റെ കൂടെ കളിക്കുന്നില്ല, ഞാൻ തനിയെ ഇരുന്ന് കളിച്ചോളാം എന്ന് പറയാം. അപ്പം നവ്യൻ വീണ്ടും പറയാണ്, അല്ല മോൾ അവിടെ വന്നിരുന്ന് കുഞ്ഞിൻ്റെ കൂടെ കളിച്ചു എന്ന് പറയുമ്പോൾ, വേണ്ടത് പറഞ്ഞില്ലേ എന്നോട് അവിടെ പോയിരുന്ന് കളിക്കണ്ടെന്ന് നയനാമ്മയും അതുപോലെ മുത്തശ്ശിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ചന്തുമോൾ ദേഷ്യത്തോടെ അവിടുന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നവ്യയ്ക്ക് മനസ്സിലാവുകയാണ് ചന്തുമോൾക്ക് നവ്യയെ പേടിയാണ്, നവ്യയോട് ഒരു ഇഷ്ടമൊന്നുമില്ല, കാരണം അങ്ങനെയാണല്ലോ നവ്യ പെരുമാറിക്കൊണ്ടിരുന്നത് എന്നൊക്കെ തോന്നുവാണ്. അതിനൊക്കെ ശേഷമാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മുടെ ഡേവിഡും അതുപോലെ നാഗേന്ദ്രയും കൂടെ ഓഫീസിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പം നാഗേന്ദ്രയെ ഫോൺ വിളിക്കുകയാണ് ഡേവിഡ്. ഈ സമയത്ത് നവ്യ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് വെളിയിൽ നിന്നിട്ട് മൊബൈൽ ഫോണിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പം നവ്യ ചെല്ലുമ്പം തന്നെ ഡേവിഡ് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടോണ്ടാണ് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ നവ്യ അവിടെ മാറി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ എന്ന് നവ്യയുടെ മനസ്സിലുണ്ട്. ആരോടായിരിക്കും ഡേവിഡ് ഈ സംസാരിക്കുന്നത്, എല്ലാ കാര്യങ്ങൾക്കും അനുമതി വാങ്ങുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നവ്യ അവിടെ ഒളിച്ച് വാതിലിൻ്റെ മറവിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഡേവിഡ് നാഗേന്ദ്രയോട് പറയുന്നുണ്ട്, സാറേ അബി മാനേജറായിട്ട് ഇരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ അവൻ്റെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അതെ ശരിക്കും നീ അത് ചെയ്യണം, കാരണം അവനെൻ്റെ മോനായതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ട് വരണം, അതുകൊണ്ടാണ് അവൻ്റെ പിന്നിലുള്ള എല്ലാ തടസ്സങ്ങളും അങ്ങ് മാറ്റണം എന്ന് പറയാണ്. അപ്പം ഡേവിഡ് സംസാരിക്കുന്നത് മാത്രമേ നമ്മുടെ നവ്യയ്ക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഡേവിഡ് പറയാണ്, അതെ സാറേ, അവൻ്റെ ജീവിതം സുരക്ഷിതമാക്കണം. ഇപ്പോൾ ദേ ആ നവ്യ അവൻ്റെ ഭാര്യയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ അവൾ അവൻ്റെ ഭാര്യയായിട്ട് നിൽക്കുന്നത് അവന് നല്ലത് തന്നെയാണ്. പക്ഷേ ജീവിതകാലം മുഴുവൻ അവൻ അവളെ ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. സാറിൻ്റെ മോൻ എന്തിനാ ആ ഗോവിന്ദൻ്റെയും കനകയുടെയും മകളെ ഇങ്ങനെ ചുമക്കുന്നത്? അതിന് പകരം അവളെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഏതെങ്കിലും ഒരു കോടീശ്വരി പെണ്ണിനെ കൊണ്ട് വിവാഹം കഴിക്കണം സാറേ, അവൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം, അതല്ലേ സാർ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ നാഗേന്ദ്രയും പറയാം, ശരിയാണ്, അവളെ ഉപേക്ഷിക്കാൻ സമയമാകുമ്പം അത് ഞാൻ ചെയ്തിരിക്കും. ഇപ്പോൾ അവൾ നമ്മുടെ ഒപ്പം നിൽക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അവൻ്റെ ജീവിതം സുരക്ഷിതമാക്കുക എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം എന്ന് പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, എടോ ആ അനഘയുണ്ടല്ലോ, അവളാണ് അവൻ്റെ ജീവിതത്തിൽ ഇനി ഒരു നാശമായിട്ട് നിൽക്കുന്നത്. അതുപോലെ ആ ചന്തുമോളും, അത് രണ്ടും കൂടി ഇല്ലാതാവണം. നവ്യയെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കോമ്പൻസേഷൻ എന്തെങ്കിലും കൊടുത്താൽ അവൾ അത് വാങ്ങിക്കൊണ്ട് അങ്ങ് പോയിക്കോളും. അതുമല്ല, അബി അവളെ ചതിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൾ അവനെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അനഘയും കുഞ്ഞും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇപ്പോഴും അവൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ചോദ്യചിഹ്നം. അനഘയെ ഇങ്ങനെ ഉപദ്രവിച്ചെന്നും അതുപോലെ തന്നെ ചന്തുമോളുടെ അവളുടെ കുഞ്ഞാണെന്നും അനഘയെ കൊല്ലാൻ ശ്രമിച്ച അബിയാണെന്നും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. പുറത്തറിഞ്ഞാൽ ഇന്നത്തെ കാലം അറിയാലോ, സോഷ്യൽ മീഡിയ വാഴുന്ന കാലമാണ്. അവനെ ചോദ്യം ചെയ്യാനും വിവിധ വ്ളോഗുകൾ വരാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും. എല്ലാ സോഷ്യൽ മീഡിയ വാർത്തകളിലും അവൻ നിറഞ്ഞു നിൽക്കും. പിന്നെ കേസാവും, പോലീസാവും, എല്ലാം കൊണ്ട് അവന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആ അനഘ അവളെ ഇല്ലാതാക്കണം എന്ന് പറയുക. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ശരിയാണ് സാറേ, ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. അനഘ എന്ന് പറയുന്ന അവളെ ജീവശവം പോലെ കിടക്കുന്നവളല്ലേ, അവളെ ഒഴിവാക്കാൻ നമുക്ക് അത്ര വലിയ പാടൊന്നുമില്ലല്ലോ. പിന്നെ ആ കൊച്ച് അത് അനന്തപുരിയിൽ അങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആദർശിൻ്റെ നയനയുടെയും കുഞ്ഞായിട്ട് തന്നെയാണ് അവിടെ വളരുന്നത്. അതുപോലെ തന്നെ അവിടെ അങ്ങ് വളർന്നോളും, അവരതിനെ ഏറ്റെടുത്തോളും. പക്ഷേ ഈ അനഘയെ ഇല്ലാതാക്കാൻ നമ്മൾ നോക്കണം. അതിനായിട്ടുള്ള ചില മാർഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, വരട്ടെ, താമസിക്കാതെ നമുക്കത് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഡേവിഡ് പറയാണ്, ഇനി സാർ എന്തിനാ ഇത് താമസിക്കാതെ എന്ന് പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇപ്പോൾ തന്നെ അതങ്ങ് ചെയ്തേക്കാം, ഇനിയും വെച്ച് നീട്ടേണ്ട കാര്യമില്ല. ഇത് നല്ല അവസരമാണ്. അനഘയ്ക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് നമ്മുടെ ആളുകൾ അവിടെ അന്വേഷിച്ചിട്ട് പറഞ്ഞത്. അവൾ മരുന്നുകളോടൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയെന്നും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നും അതിനൊക്കെ മുമ്പ് അവളെ അങ്ങ് തീർക്കണം എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര പറയാണ്, എങ്കിൽ പിന്നെ അടുത്ത ദിവസം തന്നെ നിങ്ങളത് ചെയ്തു. അവളുടെ വീട്ടിൽ അന്വേഷിച്ചിട്ട് അവളുടെ ജോലിക്കാരി അവിടുന്ന് മാറുന്ന സമയത്ത് താനും ദേ നമ്മുടെ അവനുണ്ടല്ലോ, അവനെയും കൂട്ടിക്കൊണ്ട് പോയി അവളെ അങ്ങ് തീർത്തേക്ക് എന്ന് പറയാണ്. ആ ശരി, അടുത്ത ദിവസം തന്നെ ഞാനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാന്ന് ഡേവിഡ് പറയുന്നുണ്ട്. അങ്ങനെ ഡേവിഡ് അന്വേഷിക്കുമ്പം ആ ജോലിക്കാരി പുറത്തേക്ക് പോവുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. ആ സമയം നോക്കി തന്നെ അനഘയില്ലായ്മ ചെയ്യാൻ വേണ്ടി അവിടെ കാവൽ നിൽക്കുന്ന ഒരു ഗുണ്ട വിളിച്ച് പറയുകയും ഡേവിഡ് അവിടെ എത്തുകയും ചെയ്യാണ്. ഈ വിവരങ്ങളൊക്കെ നമ്മുടെ നവ്യ അറിഞ്ഞിട്ട് ഉടനെ തന്നെ ആ ജോലിക്കാരിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ചേച്ചി അവിടെ ചേച്ചി ഉണ്ടാവണം, അനഘയെ കൊല്ലാൻ വേണ്ടി ചിലരൊക്കെ അവിടെ എത്തുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ പുറത്തേക്ക് പോകരുത്, ഞാൻ പറയുന്നത് വിശ്വസിക്കുക, ഇല്ലെങ്കിൽ അനഘയുടെ ജീവന് ആപത്താണെന്ന് പറയാണ്.
അപ്പോഴേക്കും പുറത്തേക്ക് പോയ ആ ജോലിക്കാരി തിരിച്ചു വീട്ടിലേക്ക് പേടിച്ചോടി വരികയാണ് കേട്ടോ. ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഡേവിഡും അതുപോലെ തന്നെ ആ ഗുണ്ടയും കൂടി അവിടെ എത്തുകയാണ്. അനഘയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അനഘയോട് പറയുന്നുണ്ട്, നീ മുകളിലേക്ക് പോ, നീ അബിയുടെ ജീവിതം നശിപ്പിക്കാൻ കിടക്കുന്നവളല്ലേ, നിന്നെ നീ വച്ച് നീട്ടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഴുത്ത് ഞെരിക്കാൻ തുടങ്ങുന്ന സമയത്തേക്ക് നമ്മുടെ ജോലിക്കാരി പേടിച്ച് ഓടി വരികയാണ്. അത് നവ്യയുടെ ഫോൺ കോൾ കൊണ്ടാണ് കേട്ടോ. ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. പെട്ടെന്ന് അയ്യോ ഓടി വരണേ എന്ന് പറഞ്ഞ് അവരവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ഡേവിഡും അതുപോലെ വന്ന ഗുണ്ടയും കൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും വിളിച്ച് മൂർത്തി സാറിനോട് ഇവള് പറയുമെന്നും ഒക്കെ പറയാണ്. അങ്ങനെ അവർ കറക്റ്റ് സമയത്തിന് വരുന്നത് കൊണ്ട് തന്നെ അനഘയുടെ ജീവൻ രക്ഷപ്പെടുകയാണ്. ജോലിക്കാരിയാണെ അപ്പോൾ തന്നെ നമ്മുടെ മുത്തച്ഛനെ വിളിച്ച് ഈ വിവരം അറിയിക്കുകയും ചെയ്യാണ് കേട്ടോ. അങ്ങനെ നവ്യ ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ്. എല്ലാവരും വിചാരിച്ച പോലെ അങ്ങനെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്ത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളൊന്നുമല്ല നവ്യ. നവ്യയുടെ ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്